വയനാട് കല്ലാടി ദുരന്തബാധിത പ്രദേശത്ത് തീവ്ര പരിശോധന നടത്തുന്നു. കാലാവസ്ഥ അനുകൂലമായത് തെരച്ചിൽ സുഗമമാക്കുന്നുണ്ട്. ഹിമാചൽ പ്രദേശ് സ്വദേശി വിക്രം സിംഗ് റാണയെയാണ് ഇനി കണ്ടെത്താനുള്ളത്. 7 പേരാണ് ദുരന്തത്തിൽ ഇതേവരെ മരിച്ചത്. മീനാക്ഷി പാലത്തിനടുത്തുള്ള മൺകൂന നീക്കിയും പുഴയിലും പരിശോധന നടത്തിയുമാണ് ഈ തീവ്ര പരിശോധന എന്നാണ് മന്ത്രി ടി സിദ്ദിഖ് അല്പസമയം പറഞ്ഞ മന്ത്രിയുടെ വാക്കുകളിലേക്ക്. കൺസ്ട്രക്ഷൻ മാനേജറായ ഹിമാചൽ സ്വദേശിയായിട്ടുള്ള വിക്രം റാണ അദ്ദേഹത്തിൻ്റെ മിസ്സിംഗ് ആയിട്ടുള്ള സാഹചര്യം പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനത്തോടു കൂടിയുള്ള പരിശോധന ഇന്ന് നടക്കുകയാണ്. പുഴയിലുള്ളതായിരിക്കുന്ന മൺതിട്ട ഇളക്കിയുള്ള പരിശോധന ഉൾപ്പെടെ ബോഡി മണ്ണിനടിയിൽ താഴെ പോയോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുള്ള ഒരു തീവ്ര പരിശോധന എന്ന തലത്തിൽ പുഴയിൽ മീനാക്ഷി പുഴയിൽ നടത്താനുള്ള സംവിധാനം നടത്തിയിട്ടുണ്ട്. രണ്ടാമത്തത് നമ്മുടെ സോൺ 2 ആ സോൺ 2 ഭാഗത്തുള്ളതായ വലിയ മൺതിട്ട അത് ഡംപ് ചെയ്തിട്ടുള്ള മണ്ണ് ആ മണ്ണ് മുഴുവൻ അവിടെ നിന്ന് മാറ്റി അവിടെയും ഒരു തീവ്ര പരിശോധന നടത്താനുള്ള പ്രത്യേക പരിശോധന നടത്താനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു. അവിടെ നിന്ന് സുർജിത്ത്, ഈ തീവ്ര പരിശോധന എന്ന് വെച്ചാൽ അതെങ്ങനെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? സുർജിത്ത് പുഴയിലാണല്ലോ നിൽക്കുന്നത്, മീനാക്ഷി പുഴയിലാണല്ലോ സുർജിത്ത് ഇപ്പോൾ നിൽക്കുന്നത്. ആ തീവ്ര പരിശോധന എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? വിക്രം സിംഗ് റാണയെ ഇനി കണ്ടെത്താനുള്ളയാളെ കണ്ടെത്താനുള്ള അവസാനവട്ട ശ്രമം ഒരിക്കൽ കൂടി അല്ലേ സുർജിത്ത്? ജോഷി, ഞാൻ കള്ളാടിപ്പുഴയുടെ ഒത്തുനടുക്കാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള മഴപ്പെയ്ത്തിനെ തുടർന്ന് വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിൽ ഉണ്ടായ സ്ഥലമാണിത്. ഇപ്പോൾ വെള്ളം കുറഞ്ഞിട്ടുണ്ട്, വെള്ളം വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സും ഒപ്പം തന്നെ തുർക്കി ജീവനരക്ഷാ സമിതിയും ചേർന്ന് നടത്തുന്ന തെരച്ചിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത് കള്ളാടിപ്പുഴയുടെ അത് കുറെ താഴെയാണ്, അതായത് ഈ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തിന്റെ കുറെ താഴെയാണ്. അവർ ഇവിടെ ഡബ്രീസിനടിയിൽ ഉൾപ്പെടെ, അതായത് ഇവിടെ അടിഞ്ഞുകൂടിയ പല അവശിഷ്ടങ്ങളുണ്ട്. അതിൽ പൂർണ്ണമായ രീതിയിലുള്ള തെരച്ചിൽ, അതായത് പഴുതടച്ച തെരച്ചിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് പോലും പരിശോധിക്കുന്ന ഒരു കാഴ്ച അത് നമുക്ക് കാണാൻ കഴിയുന്നു. ഈ തുർക്കി ജീവനരക്ഷാ സമിതി എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഘമാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധന മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ ഫയർഫോഴ്സ് സംഘവും ഒപ്പമുണ്ട്. നമുക്ക് ഈ മേഖല മുഴുവൻ, അതായത് ഇവിടുന്ന് കാന്തമ്പാറ വരെയുള്ള പ്രദേശം ഇന്നലെ തെരഞ്ഞതാണ്. ഒന്നുകൂടി ഉറപ്പിക്കാനുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാളെ മാത്രമാണ് ഇനി കണ്ടെത്താനുള്ളത്. ആ കണ്ടെത്താനുള്ള ആളുടെ പേര് വിക്രം സിംഗ് റാണ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഹിമാചൽ പ്രദേശ് സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഇതിന്റെ അവശിഷ്ടങ്ങൾ ധാരാളം അടിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പോലും കേന്ദ്രീകരിച്ചുള്ള ഒരു തരത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് പൊന്തക്കാടടക്കം നിറഞ്ഞ പ്രദേശമാണ്, അപകടകരമായ ടെറൈനാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന തുർക്കി ജീവനരക്ഷാ സമിതിയുടെ നേതൃത്വം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, മറ്റ് യന്ത്രസഹായത്തോടുകൂടി മുകളിലും സമാനമായ രീതിയിലുള്ള പരിശോധനയുണ്ട്. തുർക്കി ജീവനരക്ഷാ സമിതിയുടെ ക്യാപ്റ്റനായിട്ടുള്ള ഷിഹാബ് നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ഇന്നത്തെ പരിശോധനാ രീതി? ഇന്ന് ഞങ്ങൾ 3-ാമത്തെ ദിവസമാണ് മീനാക്ഷി പുഴയിൽ തെരച്ചിൽ നടത്തുന്നത്. ഇന്നലെ ഞങ്ങൾ ഇന്നലെ കിട്ടിയ ബോഡിയുടെ സ്പോട്ടിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ നമ്മൾ ലൊക്കേഷൻ മാറിയിട്ടായിരുന്നു സെർച്ച് ചെയ്യാൻ ഇന്നലെ നമുക്ക് NDRF നിർദ്ദേശം നൽകിയിരുന്നത്. അത് പ്രകാരം ഞങ്ങൾ ഇന്നലെ 7 മീറ്ററോളം കാന്തമ്പാർ വാട്ടർഫാൾസ് വരെ കവർ ചെയ്തിരുന്നു, 7 കിലോമീറ്ററോളം. അതിനുശേഷം ഇന്നലെ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ആ ഭാഗത്തേക്ക് കൂടുതൽ സാഹചര്യമില്ല, കൂടുതൽ നമുക്ക് സ്പോട്ടിൽ നിന്ന് കുറച്ചൊരു 3 കിലോമീറ്റർ ഇന്നലെ ബോഡി കിട്ടിയത് വരെ ഒന്നുകൂടിയും ചെക്ക് ചെയ്യാനുള്ള അനുമതി തരണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളെ സിദ്ദിഖ് സാറും അതുപോലെ NDRFന്റെ അദ്ദേഹം കൂടി ഇന്ന് ഞങ്ങൾക്ക് അവിടെ പെർമിഷൻ നൽകുകയും അത് പ്രകാരം ഞങ്ങളെ 10 അംഗ ടീം ഇപ്പോൾ തുറച്ചിൽ ആരംഭിച്ച് സ്പോട്ടിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം അടിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല തെരച്ചിൽ ദുർഘടമാണ്. കാരണം അവർ എക്യുപ്മെന്റ്സിൽ ഒരുപാട് മെറ്റൽ ടൈപ്പ് എക്യുപ്മെന്റ്സിൽ ഒഴുകി വന്നതുകൊണ്ട് അത് പൊന്തിച്ച് നോക്കി കുറച്ച് റിസ്കി ആണ് എന്തായാലും തെരച്ചിൽ. എന്തായാലും ഞങ്ങളുടെ ഒപ്പം NDRFും ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റും ഉണ്ട്, നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും ആ തിരച്ചിൽ പുരോഗമിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കള്ളാടി മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പുഴയിലുള്ള തെരച്ചിലാണ് നടക്കുന്നത്. വിക്രം സിംഗ് റാണയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അവിടെ നിന്ന് കിലോമീറ്റർ താഴെ പുഴയോരത്ത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, Big TV without fear or favor.